ഹലോ ഫ്രണ്ട്സ്, ഹിന്ദു അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു പത്രം ഇന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാമത്തേത് PM ബാക്സ് ഡീലിമിറ്റേഷൻ എക്സസൈസ് എന്നുള്ള ഒരു വാർത്തയാണ്. ഗ്രാസ് റൂട്ട് ഡെമോക്രസി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള വാർത്ത. ജമ്മു ആൻഡ് കാശ്മീർ ലീഡേഴ്സിന് പ്രൈം മിനിസ്റ്റർ അവരോട് സംസാരിക്കുന്നു. നമുക്ക് ഗുലാം നബി ആസാദിനെ ചിത്രത്തിൽ കാണാം, അമിത്ഷായെ കാണാം, ഫാറൂഖ് അബ്ദുള്ളയെ കാണാം. ഒപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണർ മനോജ് സിൻഹയെയും ചിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഗ്രാസ് റൂട്ട് ഡെമോക്രസി ജമ്മു ആൻഡ് കാശ്മീരിൽ കൊണ്ടുവരണം. 8 മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ സഹകരണം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡീലിമിറ്റേഷൻ എക്സസൈസ് വരുന്നു. അപ്പൊ എന്താണ് ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ്? കോൺസ്റ്റിറ്റ്യുവൻസീസിന് അവിടെ അവരുടെ ജനസംഖ്യ അനുപാതത്തിൽ വേർതിരിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ ജനാധിപത്യം കൂടുതൽ ജനകീയമാവട്ടെ. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ നല്ലതാണ്. അപ്പോ സോഴ്സസ് പറയുന്നത്, മോഡി പറഞ്ഞു ദില്ലി കി ദൂരി കാം ഹോനി ചാഹിയെ ഔർ ദില്ലി കി ദൂരി ഭി, ദ ഡിസ്റ്റൻസ് ഫ്രം ഡൽഹി, the seat of central power, and the distance between hearts should both be reduced to convey the spirit in which the meetings was called. While every party spoke about the restoration of statehood, the contentious issue of a special status to Jammu and Kashmir, which was removed by the reading down of Article 370, was also raised, but many parties spoke of it as a legal fight as the matter is being heard in the Supreme Court. അപ്പോൾ സംസ്ഥാന ജമ്മു ആൻഡ് കാശ്മീരിൽ സ്റ്റേറ്റ്ഹുഡ് പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ആശയം ഈ 8 പാർട്ടികളിൽ പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാവരും തന്നെ മുൻപോട്ടേക്ക് വെച്ചു. അതുപോലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനാൽ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടുമാണ് നടന്നത്. മീറ്റിംഗിന് ശേഷം മോഡി പറഞ്ഞത്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓഫ് സച്ച് ഔട്ട്റീച്ച് എഫേർട്സ്. ടുഡേസ് മീറ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ദ ഓൺഗോയിങ് എഫേർട്സ് ടുവാർഡ്സ് ഡെവലപ്ഡ് ആൻഡ് പ്രോഗ്രസീവ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളതാണ് അദ്ദേഹം മുൻപോട്ടേക്ക് വെച്ച ഒരു കാഴ്ചപ്പാട്. നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള പറഞ്ഞു, പ്രൈം മിനിസ്റ്ററുടെ ഡയലോഗ് അതൊരു പുതിയൊരു തുടക്കത്തിന് കാരണമാകും എന്ന് പറയുകയുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ, അതിന്റെ അനാലിസിസ് ഒക്കെ കാണാൻ പോവുകയാണ്. ക്ലാസ് 12 അസസ്മെന്റ് പ്ലാൻ അത് നോട്ടിഫൈ ചെയ്യാൻ സ്റ്റേറ്റ് ബോർഡ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സേവ് ഡെമോക്രസി ഡേ ഫാർമേഴ്സ് ഒബ്സർവ് ചെയ്തു. അവിടെ യോഗേന്ദ്ര യാദവിനെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മള് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ സേവ് അഗ്രികൾച്ചറൽ ആൻഡ് സേവ് ഡെമോക്രസി ഡേ 46ാമത്തെ വർഷമാണ് എമർജൻസിയുടെ. അപ്പോൾ അജിറ്റേഷന്റെ സമയത്ത് അവര് അത് ആചരിക്കുകയുണ്ടായി. ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത്. Sri Jagannath Temple servitors taking part in the bathing ceremony of Snanayatra. Puri Jagannath Temple അടുത്ത രഥയാത്രയെ കുറിച്ചുമൊക്കെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Monuments see poor footfall in first week of reopening. റീഓപ്പൺ ചെയ്തിട്ടും കാര്യമായ ടൂറിസ്റ്റുകളൊന്നും തന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്നില്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫൈനൽ ഇയർ ക്ലാസ്സസ് ജൂലൈ 20-ാം തീയതി ആരംഭിക്കുവാനുള്ള ശ്രമം നടക്കുന്നു. ഒപ്പം പഞ്ചാബ് ഗവൺമെന്റ് അവരുടെ ഒരു പരസ്യം, ബാബ ബാന്ദ സിംഗ് ബഹാദൂർ, അദ്ദേഹത്തിന് 305ാമത്തെ മരണ ദിവസമാണ്. ബാബ ബാന്ദ സിംഗ് ബഹാദൂർ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സുപ്രീം സാക്രിഫൈസ് ഓഫ് Deshmesh Pida Sri Guru Gobind Singh Ji's great disciple and the founder of first Sikh
രാജ്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. സിഖ് രാജിന് തുടക്കം കുറിച്ച ഐക്കോണിക് മൂമെന്റ് ആയിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ബാബ ബന്ദ സാഹിബ് ബഹദൂർ അദ്ദേഹത്തിന്റെ ചരമവാർഷികം അവർ ആചരിക്കുന്നു. ലോക്കൽ പേജുകളാണ്, നമുക്ക് ആവശ്യമുള്ള പേജുകളൊന്നും അല്ല, ഇതൊക്കെ ഒഴിവാക്കാം. ട്വിറ്റർ HC grants relief to Twitter India chief. വിർച്വൽ മോഡ് വഴി അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ മതി എന്നുള്ളത് അത്ര ആവശ്യമുള്ള സംഗതിയല്ല. എഡിറ്റോറിയൽ പേജിലേക്ക് പോകുന്നു. സ്റ്റോപ്പിംഗ് ദ സർജ് എന്നുള്ള ഒരു എഡിറ്റോറിയൽ ആണുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് അനാലിസിസിന് വിധേയമാക്കും. ഗവൺമെന്റ് ഷുഡ് അൺലോക്ക് യൂസിങ് ഗുഡ് എവിഡൻസ് ഓൺ ഹൗ ടു അവോയ്ഡ് അനദർ COVID-19 വേവ്. അടുത്തൊരു COVID-19 വേവിനെ നമുക്ക് എങ്ങനെ നേരിടാം, ഗവൺമെന്റ് അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന് ഹിന്ദു ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഡിറ്റോറിയൽ ഇപ്പൊ കാണാൻ പോവുകയാണ്. റീ എനർജൈസിങ് ഇന്ത്യസ് ആഫ്രിക്ക പോളിസി, അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത. ന്യൂസിലാൻഡ് ഡിഡ് വെൽ ടു വിൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇൻ സ്പൈറ്റ് ഓഫ് ടൈം ലോസ്റ്റ് ടു റെയിൻ, ഡിസർവിംഗ് വിന്നേഴ്സ് എന്നുള്ള ഒരു എഡിറ്റോറിയൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്ലാസ് 12 കുട്ടികളെ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്ലി അസസ് ചെയ്യുക, അമിത റാംപാലിന്റെ ഒരു ലേഖനം. പ്രൊട്ടക്ടിങ് പ്രിസണേഴ്സ് റൈറ്റ്സ്, ഓവർ ക്രൗഡിങ് പ്രിസൺസ്. അവിടെ കോവിഡ് ഇൻഫെക്ഷനും ഡെത്തിനുമുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്കും അവകാശമുണ്ട് എന്നുള്ളത് ഈ ലേഖനം ചൂണ്ടിക്കാണിച്ചു തരും. മൺസൂൺ ജൂലൈയിൽ വീക്ക് ആവും എന്നുള്ള ഒരു ലേഖനം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഞാനത് അനാലിസിസിൽ വിശദീകരിക്കാം. ഇസ്രായേൽ എംബസി ബ്ലാസ്റ്റ് കേസിൽ 4 വിദ്യാർത്ഥികൾ, അവര് കാർഗിൽ ലഡാക്ക് മേഖലയിലുള്ളവരാണ്, അറസ്റ്റിലായിരിക്കുന്നു. ആ വാർത്ത. സെൻട്രൽ വിസ്തായ് പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ചുള്ള കോൺഗ്രസ് 5 ഡിമാൻഡ് മുൻപോട്ടേക്ക് വെച്ചിരിക്കുക. ആർട്ടിക്കിൾ 370 റീസ്റ്റോറേഷന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൃണമൂൽ ടു ബാക്ക് റോയ് ഫോർ ദ PAC ചെയർപേഴ്സൺ പോസ്റ്റ്. മുകുൾ റോയ്, അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ BJP-യിൽ നിന്ന് വീണ്ടും തൃണമൂലിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള വുമൻസ് പാനൽ ചീഫ് റിമാർക്സ് ഡ്രോക്സ് ഫ്ലാഗ് എന്നുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ടു കോംബാറ്റ് വാക്സിൻ ഹെസിറ്റൻസി. 736 ഡിസ്ട്രിക്റ്റുകളിൽ ആളുകൾ വാക്സിൻ എടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇതിലേക്ക് പോകുന്നു. ഹെറിറ്റേജ് പൈൻ ട്രീസ് വെട്ടിമാറ്റുന്നു റോഡ് നിർമ്മാണത്തിനും വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് വിഖ്യാതനായിട്ടുള്ള റൈസ് ആൻഡ് ഫാൾ ആൻഡ് ഡെത്ത് ഓഫ് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ പൈനിയർ. നമ്മൾ യൂസ് ചെയ്യുന്ന മക്കാഫി ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ തുടക്കക്കാരനായ സ്ഥാപകനായ ജോൺ മക്കാഫി, അയാള് ഒരു സ്പാനിഷ് പ്രിസണിൽ അയാൾ ആത്മഹത്യ നടത്തിയിരിക്കുന്നു. അപ്പോ സ്പാനിഷ് പ്രിസണിലാണ്. അപ്പോ അയാളുടെ ഗവൺമെന്റ്സിന് അദ്ദേഹത്തെ ഒരു ഡോൺ എന്നുള്ള രീതിയിലേക്കാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. കാരണം അയാൾ പലപ്പോഴും അയാളുടെ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻസ് കൊണ്ടുവന്നിരുന്നു.
Libertarian Party. Though he was unsuccessful in his attempt to be nominee to the presidential election in 2016, he wanted to give it another shot in 2020 but pulled out eventually. Decriminalize marijuana. അദ്ദേഹം പറഞ്ഞതാണ് മയക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അയാൾ അടുത്ത വീട്ടിലെ ആളെ കൊന്നു, അയാളുടെ പട്ടിയുടെ കുര കാരണം ഇയാൾക്ക് ശല്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊന്നു. ആ കേസിലാണ് ഇയാൾ അറസ്റ്റിലായിരുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ബെലീസിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം നെയ്ബറെ കൊന്നു എന്ന കാരണത്താലാണ് അവിടെ നിന്ന് പോയത്. ഗോട്ടിമലയിൽ പിന്നെ എൻട്രി ചെയ്തു. 25 മില്യൺ മർഡേഡ് നെയ്ബർ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കേട്ടില്ല. ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ 37 ലോസൂട്ട്സിൽ ഒന്നിനു പോലും മറുപടി കൊടുത്തിട്ടില്ല. പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. എന്താണെങ്കിലും ചില ആളുകൾ പറയുന്നത് അത് കസ്റ്റഡിയിലുള്ള ഒരു കൊലപാതകമാണ് എന്ന രീതിയിലും പറയുന്ന ആളുകളുണ്ട്. Rajapakse pardoned 16 political prisoners. Apple Daily sells out final edition. ഹോങ്കോങ്ങിൽ പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായ വാർത്ത പ്രചരിപ്പിക്കുന്ന പത്രമായിരുന്നു അത്. ചൈനീസ് ഗവൺമെന്റ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കാനഡയിലെ ഒരു പഴയ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് 750 ഗ്രേവ്സ് ഫൗണ്ട് ചെയ്തു എന്നുള്ള മറ്റൊരു വാർത്ത. റിലയൻസ് 75,000 കോടി രൂപ ന്യൂ എനർജിയിൽ ഒരു പുതിയൊരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. സോളാർ ഫോട്ടോ വോൾട്ടൈക് മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിന്റെ ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. സ്പോർട്സ് പേജ് ആണ്. നമ്മൾ അനാലിസിസിലേക്ക് പോകാം. നമ്മൾ നേരിട്ട് അബ്സല്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് ടീം തയ്യാറാക്കിയിരിക്കുന്ന അനാലിസിസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ മാത്രം വായിച്ചു പോകുന്ന ഒരു രീതിയാണ് അഭികാമ്യം. 25-ാം തീയതിയിൽ ഇതിന്റെ അനാലിസിസ് അബ്സല്യൂട്ട് ടീം തയ്യാറാക്കുന്ന അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നു. തീർച്ചയായിട്ടും ആ വാർത്തകൾ നമ്മൾ കാണുകയാണ് ഇപ്പോൾ. മൺസൂൺ ടു ബി വീക്ക് ടിൽ ജൂലൈ. ആദ്യത്തെ വാർത്ത, മൺസൂൺ റെയിൻഫോൾ 40% above normal from June 1st to 18 has reduced to a trickle over the previous week. കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ചത് കുറച്ചുകൂടി കുറയും. അപ്പൊ എന്തുകൊണ്ടാണ് വീക്ക് മൺസൂൺ സ്പെല്ല് കാരണമാകുന്നത്? എന്താണ് അതിന്റെ ഇഷ്യൂസ്? എന്തൊക്കെയാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം? ജൂൺ 24-ാം തീയതി ഇന്ത്യക്ക് 152 മില്ലിമീറ്റർ റെയിൻഫോൾ ലഭിച്ചു. 121.2 മില്ലിമീറ്റർ എന്നുള്ളതിന് അഗേൻസ്റ്റ്. അപ്പോൾ ഒരു വീക്ക് മൺസൂൺ സ്പെല്ലിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ so far covered most part of the country except part of northwest Rajasthan, Delhi, Haryana and Uttar Pradesh. അപ്പോൾ ഈ ഒരു പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൺസൂൺ ഹാസ് പ്രോഗ്രസ് ടു ഈസ്റ്റേൺ, സെൻട്രൽ ആൻഡ് അഡ്ജോയിനിങ് നോർത്തേൺ ഇന്ത്യ earlier than normal by 7 to 10 days. അപ്പോൾ പ്രോഗ്രസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ however further progress over the remaining parts of the country is unlikely for the last week of June. ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും 8% എക്സ്ട്രാ, നോർത്ത് വെസ്റ്റില് 58%, സെൻട്രൽ ഇന്ത്യയിൽ 46%, സദേൺ പെനിൻസുലയിൽ 15% റെയിൻഫോളിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കും. അപ്പോൾ പല കാര്യങ്ങളിലും നേരത്തെ ധാരാളം മഴ ലഭിച്ചുവെങ്കിലും ഇനിയുള്ള ഒരു പീരീഡിൽ, പ്രത്യേകിച്ചും ജൂലൈയില് മഴ കുറയുവാനുള്ള, മൺസൂൺ വീക്ക് ആവുന്നതോടുകൂടി മഴ കുറയുവാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. നമുക്ക് റൈസ് കൾട്ടിവേഷൻ അടക്കമുള്ള സംഗതികൾക്ക് മൺസൂൺ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ലോങ് ടേം ആവറേജ് നോക്കുമ്പോൾ, കഴിഞ്ഞ 50 വർഷത്തെ ആവറേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഒരു വർഷമാണ് ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോങ്
പീരീഡ് ആവറേജ് നോക്കുമ്പോൾ 110% അഡീഷണൽ ആണ് റെയിൻഫോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മൺസൂൺ എന്ന് പറയുന്നത് പല ഇന്ത്യക്കാർക്ക് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പ്രൈം മിനിസ്റ്റർ ഡീലിമിറ്റേഷൻ എക്സസൈസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഗ്രാസ് റൂട്ട് ഡെമോക്രസി. ഇത് ഞാൻ ആദ്യമേ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ വീണ്ടും ഒരു സ്റ്റേറ്റ്ഹുഡിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ ഇലക്ഷൻസ് നടക്കും. ഡീലിമിറ്റേഷൻ പ്രകാരം മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു പൊളിറ്റിക്കൽ പ്രോസസ് നടപ്പിലാക്കുന്നതിനും ഡീലിമിറ്റേഷൻ ആവശ്യമാണ്. അപ്പോ റീഡ്രോയിങ് ബൗണ്ടറീസ്, അസംബ്ലി, ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എല്ലാം ബൗണ്ടറീസ് ഈ പോപ്പുലേഷൻ പാറ്റേണിൽ വന്ന ചേഞ്ചസിനനുസരിച്ച് അത് മാറ്റുവാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ വീണ്ടും ഒരു സ്റ്റേറ്റ്ഹുഡിലേക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കൽക്കട്ട ഹൈക്കോടതി മമതയുടെ റീക്യൂസൽ പെറ്റീഷൻ, റിസർവ്സ് ഓർഡർ ഓൺ മമതാസ് റീക്യൂസൽ പെറ്റീഷൻ. കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞത് നന്ദിഗ്രാമിലെ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ അത് മറ്റൊരു ബെഞ്ചിന് കൊടുത്തിരിക്കുന്നു. കാരണം ജസ്റ്റിസ് കൗശിക് ചന്ദ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഹിസ് അസോസിയേഷൻ വിത്ത് BJP ആസ് എ ലോയർ, നേരത്തെ ഈ ജഡ്ജി BJP ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാദം കേട്ടാൽ അത് ഒരുപക്ഷെ ചർച്ചകൾക്ക്, പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കും. അതുകൊണ്ട് മറ്റൊരു ബെഞ്ചിനെ ഏൽപ്പിക്കണം മറ്റൊരു ബെഞ്ചിനെ ഏൽപ്പിക്കുകയാണ് കോടതി ചെയ്തത്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇലക്ഷനിൽ വെസ്റ്റ് ബംഗാളില് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നാണ് പാർട്ടിയുടെ പേര്, അവർ അധികാരത്തിലെത്തി. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മമത തോറ്റുപോയി. അപ്പൊ ഇലക്ഷനിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞ് അപ്പോ അവര് വീണ്ടും പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും കോടതി ആ കേസ് പരിഗണിക്കുകയും റഷ്യ US പാർ ഓവർ ബ്ലാക്ക് സീ ഇൻസിഡന്റ് IR വരുന്ന ടോപ്പിക്കാണ്, GS2 വരുന്നത്. അപ്പോ റഷ്യ accused Britain of spreading lies over a warship confrontation in the Black Sea and warned London that it would respond resolutely to any further provocative actions by the British Navy off the coast of Russia, annexed Crimea. അപ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? ഇവിടെ റഷ്യയും UK തമ്മിൽ ഉള്ള ഒരു ടെക്ക് ഓഫ് വാർ ആണ്. ഇവിടെ റഷ്യ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തു, എന്നിട്ട് അവരുടെ ഒരു ഭാഗമാക്കി മാറ്റി. വെസ്റ്റേൺ കൺട്രീസ് പറഞ്ഞത് ക്രീമിയ യുക്രൈന്റെ പാർട്ടാണ്, റഷ്യക്ക് അത് എടുക്കാൻ സാധിക്കുകയും. റഷ്യ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ ബ്ലാക്ക് സീയില് വാർഷിപ്പ് കൺഫറന്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ പ്രൊവോക്കേറ്റീവ് ആക്ഷനാണ് ബ്രിട്ടീഷ് നേവിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് റഷ്യയെ അനെക്സ്ഡ് പാർട്ടാണ്, അവിടെ ബ്രിട്ടീഷ് നേവി ഇടപെടാൻ പാടില്ല. റഷ്യ ഡിസ്പ്യൂട്ടഡ് റഷ്യയുടെ പറയുന്ന ഒരു കാര്യം, അവര് ഫയർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ബോംബ്സ് ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. റോയൽ നേവി ഡിസ്ട്രോയർ ഡിഫൻഡർ റഷ്യ സമൺഡ് ബ്രിട്ടീഷ് അംബാസിഡർ ഇൻ മോസ്കോ ഫോർ എ ഫോർമൽ ഡിപ്ലോമാറ്റിക് സ്കോൾഡിംഗ്. ഇൻസിഡന്റില് ഒരു റഷ്യ ബ്രിട്ടൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ശകാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്റർനാഷണൽ വാർഡേഴ്സിലായിരുന്നു വാർഷിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ബ്രിട്ടൻ ക്രീമിയയിലെ അനക്സേഷൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവര് പറയുന്നത് അത് യുക്രൈനിയൻ വാട്ടറാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് അതിന്റെ മൂർധന്യത്തിലെത്തിയത്
ക്രീമിയ എന്ന് പറയുന്ന ഉക്രൈന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ട് റഷ്യ അനക്സ് ചെയ്യുന്നതോടുകൂടിയാണ്. അപ്പോ ബ്ലാക്ക് സീ ഓഫ് അസോവ് അവിടെ ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ഫ്രം റഷ്യ ടു ദ ഈസ്റ്റ് ബൈ ദ നാരോ കർച്ച് സ്ട്രേറ്റ് ആണ്. ക്രീമിയ ഇസ് കണക്റ്റഡ് ഓൺലി ടു മെയിൻലാൻഡ് ഉക്രൈൻ. ക്രീമിയ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും മെയിൻലാൻഡ് ഉക്രൈനുമായിട്ടാണ്. 2014 റഷ്യൻ ബാക്ക്ഡ് ഫോഴ്സസ് കൺട്രോൾ സേസ് ചെയ്യുകയും ക്രിമിയൻ പെൻസിലയിലെ കൺട്രോൾ സേസ് ചെയ്തിരുന്നു. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. എൻഷുർ GST കട്ട്സ് റീച്ച് യൂസേഴ്സ്. എക്കണോമിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി അവർ പറഞ്ഞത് GST officials across the country to ensure that tax rate cuts notified on some COVID-19 related essentials are passed on to consumers. ഇപ്പൊ ഈ COVID-19 ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ടാക്സ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് യൂസേഴ്സിൽ എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ടാക്സ് റേറ്റ് കട്ട് ചെയ്തു, എന്നാൽ പഴയ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു രീതിയാണ് വരുന്നതെങ്കിൽ അത് പലപ്പോഴും ആളുകളിലേക്ക് എത്തില്ല. അപ്പൊ അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. RBI NBFCസിന് ഡിവിഡൻസ് കൊടുക്കുവാനുള്ള റൂള് സെറ്റ് ചെയ്തിരിക്കും. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് വെച്ചാൽ മുത്തൂറ്റ്, മണപ്പുറം ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഇപ്പൊ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരുടെ ലാഭത്തിന്റെ ഒരു പങ്കാണ് ഡിവിഡൻഡ് ആയിട്ട് നൽകുന്നത്. വൺ ഓഫ് ദ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് NPA റേഷ്യോ ആണ്. NPA എന്ന് വെച്ചാൽ എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ്. അത് 6% താഴെയായിരിക്കണം ലാസ്റ്റ് 3 years. No specific ceiling on payout has been set for NBFCs not taking public funds and not having customer interface. Maximum payout ratio core investment വേണ്ടിയിട്ടുള്ളത് firms would be 60%. Standalone primary dealer 60%, other NBFCs it is 50%. അപ്പൊ അത്രയാണ് അവർക്ക് ലാഭവിഹിതമായിട്ട് നൽകുവാൻ സാധിക്കുന്നത്, ഡിവിഡൻഡ് ആയിട്ട് നൽകുവാൻ സാധിക്കുന്ന ഏകദേശം ഇത്രത്തോളം പെർസെൻറ്റേജ് ആണ് എന്നുള്ളതോടെ മനസ്സിലാക്കുക. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഒരു ബാങ്ക് ലോൺ കൊടുത്തു, ആ ലോൺ തിരിച്ചടയ്ക്കപ്പെടുന്നില്ല എങ്കിൽ അത് NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റിൽ വരും. ഔട്ട്റേജ് ഓവർ ഫെല്ലിംഗ് ഓഫ് ഹെറിറ്റേജ് പൈൻ ട്രീസ് ഫോർ റോഡ് ഇൻ മേഘാലയ. മേഘാലയയില് എൻവയോൺമെന്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. റോഡ് വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പരമ്പരാഗത പൈൻ മരങ്ങൾ മുറിച്ചു കളഞ്ഞു. അത് അവിടെ ലോക്കലിൽ വലിയ എതിർപ്പിന് കാരണമായി. കാരണം മിക്കവാറും ഈ മരങ്ങളെല്ലാം തന്നെ ആ ഹിൽ ടൗണിന്റെ ഒരു യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ആയിരുന്നു. 100 വർഷത്തിൽ പഴക്കമുള്ളവയാണ്. ഇപ്പൊ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുള്ളത് നമുക്കൊരിക്കലും അംഗീകരിക്കുവാൻ പറ്റുന്നതല്ല. അത് അഫോറസ്ട്രേഷനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. കോമ്പൻസേറ്ററി അഫോറസ്ട്രേഷൻ തീർച്ചയായിട്ടും നടക്കണം. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഹെറിറ്റേജ് ഉള്ള മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വികാരങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ടായിരുന്നു. റൂറൽ എക്കോണമി ക്യാൻ ജംപ് സ്റ്റാർട്ട് എ റിവൈവൽ. GS പേപ്പർ 3 എക്കണോമിയിൽ നിന്നുള്ളതാണ്. കോവിഡിന്റെ 2ാം ഘട്ടം അഞ്ഞടിക്കുന്നു. എഡിറ്റോറിയലിൽ നിന്ന് ഇതാണ് ചർച്ച ചെയ്യുന്നത്. എക്കോണമി ഈസ് ഓൾസോ ഗ്രാജുവലി ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ. എക്കോണമിയും തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. GDP ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചതിലും കുറച്ച് മെച്ചമാണ്. 7.3% ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഒരു രാജ്യത്ത് ഉൽപാദനത്തിന്റെ ആകെത്തോതിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ സർവീസും കടന്നു വരും. സർവീസും പ്രൊഡക്ഷനും എല്ലാം GDP-യിൽ കടന്നു വരും. സ്വാഭാവികമായിട്ടും ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് നമ്മുടെ GDP ഗ്രോത്ത് നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്തൊരു വേവ് കൂടി ഒരു പക്ഷെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലെല്ലാം ഒരു എക്കണോമിക് ഡൗൺ ടൗണിലേക്ക് പോവാതെ, കൂടുതൽ എക്കണോമിക് സിറ്റുവേഷൻ വേഴ്സൺ ആവാതെ സൂക്ഷിക്കുവാൻ ഗവൺമെന്റ്
മെഷേഴ്സ് എടുക്കണം എന്നുള്ളതാണ് ഹിന്ദു എഡിറ്റോറിയലിലൂടെ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല അഗ്രികൾച്ചർ അതൊരു കീ ഡ്രൈവറാണ്. അവിടെയും നല്ല ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഹിന്ദു ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു പങ്ക് നമ്മൾ ഈ ഒരു കാര്യത്തിൽ കൊടുക്കണം, വലിയൊരു പ്രാധാന്യം കൊടുക്കണം. അഗ്രികൾച്ചറിന്റെ ഗ്രോത്ത് റേറ്റ് പോസിറ്റീവായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് റേറ്റ് അത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ അതും കഴിഞ്ഞ വർഷങ്ങളിൽ 4.8%. അപ്പൊ അത് കുറച്ച് കൂടുതലാണ്. ആവറേജ് 3.6% ആയിരുന്നു. അപ്പൊ ഈ സെക്ടർക്ക് ഒരുപക്ഷെ റൂറൽ ഏരിയയിലെ എക്കോണമിയെ താങ്ങി നിർത്താൻ സഹായകരമാവും. അപ്പോ റൂറൽ ഏരിയയിൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നടപ്പിലാക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നടപ്പിലാക്കുന്ന ഒരു എക്കണോമിക് തകർച്ചയെ നേരിടുന്നതിന് സഹായകരമാകും. ജോബ് ഡിക്ലൈൻ ചെയ്യുകയാണ്, ഇൻകം കുറഞ്ഞു വരികയാണ്, ഇൻഫ്ലേഷന്റെ ത്രെട്ട് മറ്റൊരു വശത്ത് നിന്നും. ഈ സാഹചര്യത്തിലെല്ലാം എക്കണോമിക് റിവൈവലിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മറ്റൊരു ലേഖനം സ്റ്റേജിങ് എ കംബാക്ക് റീ എനർജൈസിങ് ഇന്ത്യസ് ആഫ്രിക്ക പോളിസി എന്നുള്ളതാണ്. നമുക്കറിയാം ആഫ്രിക്കയിൽ ഒരു ഡോമിനന്റ് പ്ലെയർ ആയിരുന്നു ഇന്ത്യ എല്ലാ കാലഘട്ടങ്ങളിലും. ചൈന റീസെന്റ് അവിടുത്തെ പ്രസൻസ് കൂട്ടുന്നുണ്ട്. അപ്പോ നമുക്ക് COVID-19 ഇര ആരംഭിച്ചതിന് ശേഷം അസിസ്റ്റ് ആഫ്രിക്ക അത് മെഡിസിൻസ് വഴി വാക്സിൻ വഴിയൊക്കെ നമ്മൾ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം മെക്കാനിസ് ചെയ്തു. ഇനി ഒരു മാക്രോ പിക്ചറിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഫ്രം ആഫ്രിക്ക അതിലും ഒക്കെ 4.4 മുതൽ 25% വരെയുള്ള ഒരു റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇന്ത്യയുടെ ടോപ്പ് 3 എക്സ്പോർട്സ് ടു ആഫ്രിക്ക അത് മിനറൽ ഫ്യൂവൽസ് ആൻഡ് ഓയിൽസ് ആണ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സും വെഹിക്കിൾസുമാണ്. തീർച്ചയായിട്ടും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. COVID-19 ആഫ്രിക്കയിലും ഏതാണ്ട് 1,37,885 ഡെത്തും മറ്റുമൊക്കെ കൊണ്ടുവന്നു. അപ്പൊ പുതിയ ഒരു പോളിസി, പ്രത്യേകിച്ചും നമുക്ക് ചൈനയുടെ സ്വാധീനമൊക്കെ വരുന്ന ഒരു സമയത്ത് ഇന്ത്യ ഒരു വാക്സ് ഡിപ്ലോമസി, നമുക്കറിയാം വാക്സിനേഷൻ ഡിപ്ലോമസി ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിപ്പോ ഒരു സെറ്റ് ബാക്ക് ആയിരിക്കുകയാണ്. കാരണം നമുക്ക് സെക്കൻഡ് വേവ് ഇന്ത്യയിൽ ആഞ്ഞടിച്ചപ്പോൾ വാക്സിൻ ഷോർട്ടേജ് ഉണ്ടായി, റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ ഏഷ്യയിലെ ഈ ഒരു പൊസിഷൻ ഇപ്പൊ കോഡ് പോലെയുള്ള സംഗതികളിലൊക്കെ ഇന്ത്യ വരുമ്പോൾ ചൈനയായിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അറ്റൻഷൻ പലപ്പോഴും കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാറണം. അവസരം നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതും ഈ ലേഖനം ഇന്ന് മുൻപോട്ടേക്ക് വെക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ലേഖനം എഡിറ്റോറിയൽ പേജ് കഴിഞ്ഞുണ്ട്. അത് പ്രിസണേഴ്സിന്റെ റൈറ്റ്സിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അവരുടെ ഹ്യൂമൻ റൈറ്റ്സും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഓവർ ക്രൗഡഡ് ജയിൽസ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ചാൾസ് ചോപ്പരാജിന്റെ ഒരു കേസ് ഉണ്ട്. ഇംപ്രസൺമെന്റ് ഡസ് നോട്ട് സ്പെൽ ഫെയർവെൽ ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇംപ്രസൺമെന്റ് ആണ്, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അവർക്കും അവകാശമുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ നമ്മൾ വേണം. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പലപ്പോഴും ചർച്ച നടക്കുന്നില്ല. പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ ധാരാളം ആളുകളുണ്ട്. അവരുടെ കാര്യത്തിലും ശരിയായ ഒരു നടപടി ക്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയും സമാനമായ ഒരു കാഴ്ചപ്പാടാണ് മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത്രയുമൊക്കെയാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലുള്ള പ്രധാന വാർത്തകൾ. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും.